ഞങ്ങളുടെ ഓഫീസിൽ ഞങ്ങൾക്ക് ഇന്ന് പോട്ട്ലക്ക് പാർട്ടി ഉള്ള ദിവസമാണ്. അപ്പോൾ ഞങ്ങളുടെ ടീമിൽ നിന്നൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ട്രീസിൻ്റെ ടീമിൽ ട്രീസ് ഒറ്റയ്ക്കായിപ്പോയി സംഭവിച്ചത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ട്രീസൊക്കെ ഉള്ളത് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ പുറത്ത് വന്നതാണ്. നമ്മുടെ തൊട്ടപ്പുറത്ത് അലോക് പാർക്ക് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ ബേബിക്കോൺ മഞ്ചൂരിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ബാക്കി കഥ നമുക്ക് മുന്നേ കാണാം. ട്രീസ, ഈ നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? നല്ല തിരക്കാണ്, നമ്മൾ എങ്ങനെ ക്രോസ് ചെയ്യും? അങ്ങനത്തെ നമ്മൾ അലോക് പാർക്കിൽ എത്തിയിരിക്കുകയാണ്. നോക്ക്, അതെടുത്തോ? പൊങ്കൽ വാങ്ങിച്ചാലോ? ഈ തിരക്കിനിടയിലും ഫോൺ ചെയ്യാൻ കാണിച്ച ആ മനസ്സ്. ട്രീസ ഭയങ്കര ബിസിയാണ്. അപ്പൊ ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. അറിയില്ല, ട്രീസയുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പനീർ ടിക്ക ബിരിയാണി ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുടെ കാര്യം സെറ്റായി, ആദവതിയായി ട്രീസ. അങ്ങനെ പറഞ്ഞോളൂ. അങ്ങനെ ബാർബിക്യൂ നേഷൻസ് എന്ന ഫുഡൊക്കെ ബുക്ക് ചെയ്തിട്ട് അങ്ങനെ ഇപ്പം ഞങ്ങളുടേതിനേക്കാൾ വെട്ടുന്ന എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ വാങ്ങിക്കുന്നത് ഒരു ചിക്കൻ ബിരിയാണി, ഒരു വെജ് ബിരിയാണി, പിന്നെ തന്തൂരി ചിക്കൻ, അങ്ങനെ എന്താ 3 ഐറ്റമാണ് ഞങ്ങളുടെ ടീം വാങ്ങിക്കുന്നത്. ഇവിടെ നമുക്ക് എതിരാളികളാണ്. വരും, നമുക്ക് ക്രോസ് ചെയ്യാം. ഹാപ്പിയായോ? സന്തോഷമായോ? അത് എക്സൈറ്റഡ് ചവിട്ടരുത്. എൻ്റെ ID കാർഡും എൻ്റെ ഡ്രസ്സിൻ്റെ കളറും മാച്ചാണ്. കണ്ടോ? ബ്ലൂ. ആ നീലമാലാകെ പാട്ടൊന്നും അങ്ങനെ പാടിക്കോളൂ. അതൊന്നും ഇഷ്ടമല്ല. സാറില്ല, ഇനിയിപ്പോൾ ഞങ്ങളുടെ നോൺ വെജ് ബിരിയാണി എന്നൊക്കെ എടുക്കാനുണ്ടാവും. നിങ്ങൾ നോൺ വെജ് ടീമാണോ? വെജും നോൺ വെജും എല്ലാം ഉണ്ടല്ലോ. ഞങ്ങളെ റെസ്റ്റോറൻറ്റിൽ പോയി നോക്കിയപ്പോൾ ഉണ്ട് ഞങ്ങളുടെ ഓഫീസിൽ നിന്നുള്ള കുറേ പേര് അവിടെ. ഇതൊന്നും എല്ലാവരും വാങ്ങിക്കാൻ വേണ്ടി വന്നു തന്നെയായിരിക്കും അല്ലേ? എല്ലാവരും ഓരോ സ്ഥലത്തേക്ക് ഓരോ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മറ്റേ ബിരിയാണി ബൈ കിലോ അവിടെ നിന്ന് തന്നെയാണ് വാങ്ങണമെന്നാണ് പറഞ്ഞത്. എന്താകുമോ എന്നോ. ലാസ്റ്റ് തവണ നന്നായിരുന്നു, കഴിഞ്ഞ വർഷത്തെ സംഭവം. അതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അല്ലല്ല, ഞങ്ങൾ ബിരിയാണി ബൈ കിലോ തന്നെയാണ് വാങ്ങിച്ചതാണ്. അത് അടിപൊളിയായിരുന്നു. നോക്കാം തവണ എങ്ങനെയാവും. വെയിറ്റ് ആൻഡ് സീ. എന്ത് ഭയങ്കര തിരക്ക് ഇവിടെ. അങ്ങനെ ഞങ്ങൾ ടെക് പാർക്കിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. എന്താ പറയാനില്ലേ? എനിക്ക് ഈ ടെക് പാർക്കിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഇതാണ്. ആണോ? എന്താണെന്നറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് നമ്മൾ അപ്പുറത്തൂടെ പോകുമ്പോൾ വിക്ടർ ആ ഭാഗമല്ലേ, സ്മോക്കിംഗ് ഏരിയ ഇല്ലേ? എല്ലാ സ്മോക്കിംഗ് കുടിച്ച് കഴിഞ്ഞാൽ ശരിക്കും സൂപ്പർ സ്ഥലം. ഇതല്ലല്ലോ, അപ്പുറത്തല്ലേ പിന്നീട് സ്ഥലമല്ലായിരുന്നോ? പക്ഷെ ഇവിടെ നല്ല കാറ്റാണ്. ഇതാ ഇരിക്കുന്ന കവറുകളാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ള ഭക്ഷണം എന്നാണ് എനിക്ക് തോന്നുന്നത്.
ട്രീസെ കണ്ടോളൂ ഞങ്ങൾ സാധനങ്ങൾ. നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോവുകയാണ്. സാധനം കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ സ്റ്റെപ്പ് കയറി ട്രീസ് എന്തൊക്കെയാണ് എടുത്തത്? അങ്ങനെ ഉച്ചയ്ക്ക് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ ഉച്ചയ്ക്ക് ശേഷത്തെ ജോലികളൊക്കെ തീർത്ത് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഇപ്പോൾ എല്ലാ ദിവസവും 2-3 ദിവസമായിട്ട് മഴക്കാറൊക്കെ ഉണ്ട്. വൈകുന്നേരം ഒരു 5 മണി 5:30 സമയത്തൊക്കെ. സാധാരണ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി PG-യിലെത്തി കഴിയുമ്പോഴാണ് മഴ പെയ്യാറ്. ഇന്നും അങ്ങനെ ആയാൽ മതിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാലോചിക്കുന്നത്. അങ്ങനെ പാട്ടൊക്കെ കേട്ടാണ് ഞാൻ സാധാരണ ഓഫീസിൽ നിന്ന് പോകാറ് കേട്ടോ. എൻ്റെ PG-യുടെ അങ്ങടേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ വളരെ തിരക്ക് പിടിച്ചിട്ടുള്ളൊരു റോഡാണ് കേട്ടോ. രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ എപ്പോഴും കുറേ ആൾക്കാരാണ് ആ റോഡിൽ കൂടെ സഞ്ചരിക്കുന്നത്. അതുപോലെ വണ്ടികളുടെ എണ്ണമായാലും വളരെ കൂടുതലാണ്. അങ്ങനെ PG-യിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പഴം കൂടി വാങ്ങാനുണ്ട്. സാധാരണ ഞാൻ നേന്ത്രപ്പഴമാണ് കഴിക്കാറ്, പക്ഷേ ഇവിടെ അങ്ങനെ നേന്ത്രപ്പഴവും ഒന്നും കാണാറില്ല. അപ്പോൾ റോബസ്റ്റ അല്ലെങ്കിൽ ചെറുപഴം വാങ്ങാം എന്ന തീരുമാനത്തിലാണ് ഞാൻ അവസാനം എത്തിയത്. അങ്ങനെ ചെറുപഴമൊക്കെ വാങ്ങി. ഇതൊരു ചെറിയൊരു കുട്ടി വ്ളോഗാണ്. എടുക്കണം എന്ന് വിചാരിച്ച് ഭയങ്കര പ്ലാൻ ചെയ്ത് എടുത്തൊന്നുമല്ല. ചുമ്മാ ഒരു രസത്തിന് ഇന്നത്തെ കുറച്ച് ചില രസകരമായ സംഭവങ്ങൾ എടുത്തു വയ്ക്കണമെന്ന് തോന്നി. അങ്ങനെ എടുത്തൊരു വ്ളോഗാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.